നോക്കാം. നമ്മുടെ ഇന്നത്തെ ചാപ്റ്റർ ഫോക്കസ് ഏരിയ എന്നുള്ള ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്. ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയലിനെ ബ്രേക്ക് ചെയ്യിച്ച് സിമ്പിളറായിട്ട് മാറ്റുന്ന പ്രോസസ്സാണ് ഡൈജഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്, അല്ലേ? ദഹനം എന്ന പേരിൽ അറിയപ്പെടുന്നു. നമുക്ക് ഫോക്കസ് ഏരിയ കുറച്ച് കാര്യങ്ങളത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഡൈജഷൻ തന്നെ മെക്കാനിക്കൽ ഡൈജഷനും ഉണ്ട്, കെമിക്കൽ ഡൈജഷനും ഉണ്ട്. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ടീത്തിൻ്റെയും സഹായത്തോടെ പല്ല് ചവച്ചരച്ച്, അല്ലേ, ടങ്ങിൻ്റെയും സഹായത്തോടെ നടത്തുന്ന ഡൈജഷനാണ് മെക്കാനിക്കൽ ഡൈജഷൻ, യാന്ത്രിക ദഹനം എന്ന പേരിൽ അറിയപ്പെടും. കെമിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ചവച്ചരച്ച ഫുഡിനകത്ത് എൻസൈമുകൾ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന ഡൈജഷനാണ് കെമിക്കൽ ഡൈജഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ടീത്തിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്, അല്ലേ? ടീത്ത് എന്താണ്? ഈച്ച് ടൂത്ത് എംബഡഡ് ഇൻ എ സോക്കറ്റ് ഓഫ് ദ ജോ ബോൺ, അല്ലേ? അതിനാണ് തിക്കോഡോൺസ് എന്നറിയപ്പെടുന്നത്. ടീത്തിനെ തരംതിരിച്ചിരിക്കുന്നത് തിക്കോഡോൺ, ഹെട്രോഡോൺ, ഡിഫിയോഡോൺസ് മൂന്നായിട്ടാണ് അതിനെ പ്രധാനമായിട്ടും തരംതിരിച്ചിരിക്കുന്നത്. ടീത്ത് അറേഞ്ച്ഡ് ഇൻ എ സോക്കറ്റ് ഓഫ് ദ ജോ ബോൺസിനെയാണ് തിക്കോഡോൺസ് എന്നറിയപ്പെടുന്നത്. നോക്കാം. അതേപോലെ രണ്ടാമത്തെ ടൈപ്പാണ് ഡിഫിയോഡോൺസിനെ കുറിച്ച് പറയുന്നത്, അല്ലേ? ഡിഫിയോഡോൺസ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ രണ്ട് ടൈപ്പ് ടീത്തുണ്ട്. മിൽ ടീത്തും ഉണ്ട്, പെർമനൻറ്റ് ടീത്തും ഉണ്ട്. മിൽ ടീത്തിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 20ആണ്, 20. അതൊരു 12 വയസ്സാവുമ്പോൾ അത് പൊഴിഞ്ഞു പോയിട്ടാണ് പെർമനൻറ്റ് ടീത്തിലോട്ട് കയറുന്നത്. അപ്പോൾ പെർമനൻറ്റ് ടീത്ത് അപ്പോൾ ആദ്യം വരുന്ന പെർമനൻറ്റ് ടീത്ത് 28 കാണത്തുള്ളൂ. പിന്നീട് 4 ടീത്ത് പിന്നീട് വരും. പ്രായപൂർത്തിയാകുമ്പോൾ നാലാമത്തെ 4 ടീത്ത് വരും. അവസാനം വരുന്ന 4 ടീത്താണ് വിസ്ഡം ടീത്ത് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ കുട്ടികളുടെ പാൽപ്പല്ലിൻ്റെ എണ്ണം 20ആണ്. അത് എന്താണ്? രണ്ട് മിൽ ടീത്ത് എന്നറിയപ്പെടുന്നു. പിന്നെ പെർമനൻറ്റ് ടീത്ത് 32 ആണ്. 32 എന്ന് പറയുന്നത് ആദ്യം 28 വരത്തുള്ളൂ, പ്രായപൂർത്തിയാകുമ്പോഴാണ് 4 പല്ല് വരത്തുള്ളൂ. അതിന് വിസ്ഡം ടീത്ത് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആ രണ്ട് ടൈപ്പ് ടീത്ത്, പെർമനൻറ്റ് ടീത്തും മിൽ ടീത്തും വരുന്നതിനെയാണ് ഡിഫിയോഡോൺസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. ഇനി ഹെട്രോഡോൺസ് ഉണ്ട്. ഹെട്രോഡോൺസ് എന്ന് പറയുമ്പോൾ 4 ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ടീത്താണ് ഒരാളുടെ ഇതിനകത്ത് വരുന്നത്. ഇൻസിസൈഡ്സ്, കാനിൻ, പ്രീമോളാർ ആൻഡ് മോളാർ, അല്ലേ? ഇൻസിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഉളിപ്പല്ല്, അല്ലേ? കാനിൻ കോമ്പല്ല്, പ്രീമോളാർ അഗ്രചർവണകം, ചർവണം, അല്ലേ? അങ്ങനെ 4ആയിട്ടാണ് ഇതിനെ തരംതിരിച്ചിരിക്കുന്നതാണ്. ഹെട്രോഡോൺസ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഡെൻ്റൽ ഫോർമുലയെക്കുറിച്ചാണ് പറയുന്നത്. ഡെൻ്റൽ ഫോർമുല എന്ന് പറയുമ്പോൾ അതിനകത്ത് മിൽ ടീത്തിലും പെർമനൻറ്റ് ടീത്തിലും ഡെൻ്റൽ ഫോർമുല തികച്ചും വ്യത്യസ്തമാണ്, അല്ലേ? മിൽ ടീത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മിൽ ടീത്ത് 20 എണ്ണമാണ് വരുന്നത്, അല്ലേ? അതിനകത്ത് ആദ്യത്തെ ഞാൻ അപ്പർ ജോയും ഉണ്ട്, ലോവർ ജോയും ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഓർമ്മ എടുക്കുകയാണെങ്കിൽ ഇത് അപ്പർ, ഇത് ലോവർ എന്ന് വിചാരിക്കുക. അപ്പറും ലോവറുമാണ്. ഇതിനകത്ത് ഡെൻ്റൽ ഫോർമുല എഴുതുമ്പോൾ അതിനകത്ത് ആദ്യം കുട്ടികളുടെ ഡെൻ്റൽ ഫോർമുല എന്ന് പറഞ്ഞാൽ 2102/2102 എന്നാണ്. 2102/2102 എന്നാണ് കുട്ടികളുടെ ഡെൻ്റൽ ഫോർമുല. ആദ്യത്തെന്ന് പറഞ്ഞാൽ ഐ ആണ്, ഇൻസിസൈഡ്സ്. രണ്ടാമത്തത് സി ആണ്, കാനിൻ. മൂന്നാമത്തത് PM, പ്രീമോളാർ. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മോളാർ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഒരു നിരയാണ് ഞാനിപ്പോൾ പറയുക. ഈ നിര മാത്രമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, കേട്ടോ. അപ്പർ, ലോവർ ഞാൻ പറയുന്നില്ല. അപ്പറിൻ്റെ എണ്ണം പറഞ്ഞുതരാം. നോക്കുക. ഐ എന്ന് പറയുമ്പോൾ ഇടത് സൈഡിൽ ഐ എന്ന് പറഞ്ഞാൽ 2/2 എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇടത് സൈഡിൽ 2, വലത് സൈഡിൽ 2. കണ്ടോ? ഐ എന്ന് പറഞ്ഞാൽ 2/2 എന്നാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കണ്ടല്ലോ? ഇടത് സൈഡിൽ 2, വലത് സൈഡിൽ 2. അടുത്തത് സി, കാനിൻ എന്ന് പറഞ്ഞാൽ 1/1 എന്നാണ്. കാനിൻ 1/1 എഴുതുകയാണെങ്കിൽ ഇടത് സൈഡിലൊന്ന്, വലത് സൈഡിലൊന്ന്. ഉണ്ടല്ലോ? ഇനി പ്രീമോളാർ എന്ന് പറയുന്ന പല്ല് കുട്ടികൾക്ക് കാണപ്പെടത്തില്ല. 0/0 എന്നാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് മോളാർ എന്ന് പറയുന്ന പല്ല്, മോളാർ ഇവിടെ 2/2 എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇടത് സൈഡിൽ 2, വലത് സൈഡിൽ 2. അപ്പോൾ നോക്കുക, കുട്ടികളുടെ പല്ല് ഒരു നിരയിൽ എത്ര പല്ലായെന്ന് നോക്കുക. ഇപ്പോൾ നിങ്ങൾ 2, 4, 6, 8, 10, ഒരു നിരയിൽ 10. അങ്ങനെ 2 നിരയും കൂടെ കൂട്ടുമ്പോൾ × 2 ഇട്ട് ഗുണിക്കുക. അപ്പോൾ എത്രയാവും? 20. കുട്ടികളുടെ പല്ല് 20 പല്ലാണ് കുട്ടികളിൽ കാണപ്പെടുന്നത്. അതിൻ്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ
അത് 2/2 ആണ്. അതാണ് ഞാൻ ആദ്യം രേഖപ്പെടുത്തിയത്. രണ്ടാമത്തെ സി എന്ന് പറഞ്ഞാൽ 1/1 ആണ്. പ്രീമോളാർ എന്ന് പല്ല് കുട്ടികൾക്ക് കാണപ്പെടത്തില്ല, 0/0 ആണ്. മോളാർ എന്ന് പറഞ്ഞാൽ 2/2 ആണ്. ഇത് കൂട്ടി വരുമ്പോൾ 2, 4, 6, 10, ഒരു നിരയിൽ 10, രണ്ട് നിരയും കൂടെ 20 പല്ലാണ് കുട്ടികളിൽ കാണപ്പെടുന്നത്. കുട്ടികളുടെ ഡെൻ്റൽ ഫോർമുല. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് മുതിർന്നവരുടെ ഡെൻ്റൽ ഫോർമുലയാണ് ഇവിടെ പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എഴുതി നോക്കാം. മുതിർന്നവരുടെ ഡെൻ്റൽ ഫോർമുല ഇവിടെ കൊടുത്തിരിക്കുന്നത് 2, 1, 2, 3/2, 1, 2, 3 ആണ്. അപ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നിരയാണ് ഞാൻ ഇപ്പോഴും പറയാൻ പോണത്. ഐ കണ്ടല്ലോ, ഐ എത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? 2/2 ഉണ്ട്. ഐ എന്ന് പറഞ്ഞാൽ ഇൻസിസൈഡ്സ് എന്ന് പറഞ്ഞാൽ 2/2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് ക്യാനിൻ 1/1. ക്യാനിൻ എന്ന് പറഞ്ഞാൽ കോമ്പല്ല് 1/1 ആണ്. പ്രീ മോളാറ് PM അത് 2/2 എന്നാണ്. മോളാർ ഏറ്റവും വലിയ പല്ല് 3/3 എന്നാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ കണക്കൂട്ട് വരികയാണെങ്കിൽ ഒരു നിരയിൽ എത്ര വരും? 4, 6, 10, 16. ഒരു നിരയിൽ 16. 16 ഇൻറ്റു ഇപ്പോൾ രണ്ട് നിരയും കൂടെ ആകുമ്പോൾ എത്രയാവും? ×2 ഉണ്ടാ. ×2 എന്ന് പറഞ്ഞാൽ അത് 32 പല്ല്, 32 പല്ലാണ് ഇവർക്ക് കാണപ്പെടുന്നത്. മുതിർന്നവർക്ക് 32 പല്ല്. 2, 1, 2, 3/2, 1, 2, 3 എന്ന അവരുടെ ഡെൻ്റൽ ഫോർമുല എന്ന് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും സഹായിക്കുന്നത് ടീത്ത് മേഡപ്പ് ഓഫ് ഇനാമൽ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഹെൽപ്പ് ദ മാസ്റ്റിഗേഷൻ ഓഫ് ഫുഡ്. ഭക്ഷണ പദാർത്ഥത്തെ ചവച്ചരയ്ക്കാനാണ് ടീത്ത് പ്രധാനമായിട്ടും സഹായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എവിടെയൊക്കെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റാണ് ഇവിടെ പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടെ ഇൻസിസൈഡ്സ് 2 ഉണ്ട്. ക്യാനിൻസ് ഇവിടെ ഉണ്ട്, ഇപ്പുറ സൈഡും വരും. അപ്പം പ്രീമോളാറ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത്, ഇത് മോളാറ് 3 കണ്ട. അപ്പോൾ ഇപ്പുറ സൈഡിലോട്ടും നോക്കണം. ഇത് അപ്പർ ജോയാണ്, ലോവർ ജോയ എന്തായാലും നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം. അടുത്തതിലോട്ട് നമുക്ക് പോകാം. The transverse section of human gut or layer of wall of alimentary canal അല്ലേ, ഹ്യൂമൻ ഗട്ടിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ നോക്കുക. അതിൻ്റെ പല ലെയറുകളുണ്ട്. ആദ്യത്തെ ലെയർ എന്ന് പറഞ്ഞാൽ ഇത് സെറോസ, അതിനുശേഷം സബ് മ്യൂക്കോസ. സെറോസ കഴിയുമ്പോൾ മാസ്കുലാരിസിസ് എന്നൊരു ലെയറുണ്ട്. മാസ്കുലാരിസിസിനെ ഇവിടെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഔട്ടർ അതേപോലെ ഇന്നർ മസിൽസാണ് അതിലും മാസ്കുലാരിസിനകത്ത് വരുന്നത് കേട്ടോ. അതിനകത്ത് ഇന്നർ സർക്കുലാർ മസിലും ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽ, 2 മസിൽസാണ് ഇതിനകത്ത് വരുന്നത്, ഈ പറയുന്ന മാസ്കുലാരിസിസിനകത്ത് വരുന്നത് കണ്ടോ. ഇന്നർ സർക്കുലാർ മസിൽസും ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ്. മൂന്നാമത്തതാണ് സബ് മ്യൂക്കോസ എന്ന് പറയുന്ന ലെയർ, അതിനുശേഷം മ്യൂക്കോസ എന്ന് പറയുന്ന ലെയർ. ഇത്രയും ലെയറായിട്ടാണ് ഇതിനെ ഗട്ടിനെ പ്രധാനമായിട്ടും തരംതിരിച്ചിരിക്കുന്നത്. അല്ല, ആദ്യത്തെ ലെയറാണ് സെറോസയെക്കുറിച്ചാണ് പറയുന്നത്. ഇതാണിത്. ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയറാണ് സെറോസ അല്ലേ, മേഡപ്പ് ഓഫ് തിൻ മീസോത്തീലിയം വിത്ത് സം കണക്റ്റീവ് ടിഷ്യൂസ് അല്ലേ. തിൻ മീസോത്തീലിയം കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എപ്പിത്തീലിയംസ് ഓഫ് വിസറൽ ഓർഗൻ എന്നാണ്. മസ്കുലാരിസിസ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ലെയറാണ് മസ്കുലാരിസിസ് അല്ലേ. ഫോംഡ് സ്മൂത്ത് മസിൽസ് ആണ്, യൂഷ്വലി അറേഞ്ച്ഡ് ഇന്നർ സർക്കുലാർ ആൻഡ് ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ലെയറാണ് കാണപ്പെടുന്നത് അല്ലേ. നോക്കുക, ഇതിനകത്ത് നോക്കുക. അടുത്ത ലെയർസിനെ നമുക്ക് പരിചയപ്പെടാം. അടുത്ത ലെയറാണ് ഇവിടെ പറഞ്ഞത്. ഏതാണ് ഇവിടെ? സബ് മ്യൂക്കോസ എന്ന് പറയുന്ന ലെയറാണ് അടുത്തതിനകത്ത് വരുന്നത്. സബ് മ്യൂക്കോസ എന്ന് പറയുന്ന ലെയർ ഫോംഡ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? നെർവ് വരുന്നുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്, ലിംഫ് വെസൽസൊക്കെ വരുന്നതാണ് സബ് മ്യൂക്കോസ ലെയറിനകത്ത് പറയുന്നത്. അടുത്ത ലെയറാണ് മ്യൂക്കോസ ലെയർ. മ്യൂക്കോസ ലെയർ എന്ന് പറയുമ്പോൾ ഇന്നർ മോസ്റ്റ് ലെയർ ലൈനിങ് ലൂമൻ ഓഫ് അലിമെൻ്ററി കനാൽ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അലിമെൻ്ററി കനാലിൻ്റെ ലൂമൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനകത്ത് ഒരു ഇറഗുലർ ഫോൾഡ് ഓഫ് സ്റ്റൊമക്ക് ഉണ്ട്, അതിന് ഗ്യാസ്ട്രിക് റോ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. മ്യൂക്കോസ ലെയർ ഫോംസ് ദ സ്മോൾ ഫിംഗർ ലൈക്ക് ഫോൾഡിംഗ് ഉണ്ട്, അതിനകത്താണ് വില്ലി എന്നറിയപ്പെടുന്നത്. സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനാണ് ഇത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സർഫസ് ഏരിയ കൂട്ടുന്നൊരു സാധനമാണ്, വില്ലി എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. മ്യൂക്കോസ ഫോം ദ ഗ്ലാൻഡ് വിച്ച് സ്റ്റൊമക്ക് ആണ് ആൻഡ് ക്രിപ്സ് ഇൻ ബിറ്റ്വീൻ ബേസ് ഓഫ് വില്ലി ആൻഡ് ഇൻറ്റസ്റ്റൈൻസ് ആൻഡ് ക്രിപ്സ് ഓഫ് ലിബർക്യൂൻ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. Mucosal epithelia as a globular cell which secrete mucus that help the lubrication of food while passing the gut. Mucosa epitheliumസിന് എന്താണ്? ഗ്ലോബുലേറ്റ് സെല്ലാണത്. സെക്രീറ്റ് ചെയ്തൊരു ഭാഗമാണ് മ്യൂക്കസ്.
നമ്മുടെ ആഹാരം ഗട്ടിലോട്ട് വരുമ്പോൾ അതിൻ്റെ ലൂബ്രിക്കേഷൻസ് മറ്റു കാര്യങ്ങളും കൊടുക്കാൻ ഇത് പ്രധാനമായിട്ടും സഹായിക്കാറുണ്ട്. നോക്കാം അടുത്തത്. ഇനാക്റ്റീവ് എൻസൈമിനെ പാൻക്രിയാറ്റിക് ജ്യൂസിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. പാൻക്രിയാറ്റിക് ജ്യൂസിൽ വരുന്ന എൻസൈമാണ് ട്രിപ്സിനോജൻ, കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറയുന്ന എൻസൈംസ് ആണ്. ഇത് ഇനാക്റ്റീവാണ്. ഈ ട്രിപ്സിനോജൻ ആക്റ്റീവ് എൻസൈം ബൈ എൻഡറോകൈനേസ് എന്ന എൻസൈം ഈ ട്രിപ്സിനോജനെ ആക്റ്റീവ് ട്രിപ്സിനാക്കി മാറ്റാനാണ് പ്രധാനമായിട്ടും സഹായിക്കുന്നത്. ട്രിപ്സിനോജൻ എന്ന് പറയുന്ന സാധനത്തെ എൻഡറോകൈനേസ് എന്ന് പറഞ്ഞ എൻസൈം ട്രിപ്സിൻ എന്ന് പറയുന്ന ആക്റ്റീവായിട്ട് മാറ്റുന്നു. അപ്പോൾ നേരത്തെ ഇത് ഇനാക്റ്റീവ് ആയിരുന്നു, ഇപ്പോൾ ആരായി മാറിയത്? ആക്റ്റീവായിട്ട് മാറുന്നു. കൈമോട്രിപ്സിനോജനെ ഇവിടുത്തെ എൻസൈമാണ് ട്രിപ്സിൻ കൈമോട്രിപ്സിനായിട്ട് മാറ്റപ്പെടുന്നു. അപ്പോൾ കൈമോട്രിപ്സിൻ നേരത്തെ ആരായിരുന്നോ? നേരത്തെ അത് ഇനാക്റ്റീവാണ്, അതിനെ ആക്റ്റീവാക്കിയ ആരാണ്? ട്രിപ്സിനാണ്. പ്രോ കാർബോക്സി പെപ്റ്റിഡേസിനെ ട്രിപ്സിൻ എന്ന എൻസൈം കാർബോക്സി പെപ്റ്റിഡേസ് ആയിട്ട് മാറ്റുന്നു. അപ്പോൾ ഇതൊക്കെ ആരായി മാറും? വീണ്ടും ഇതെല്ലാം ആക്റ്റീവായിട്ട് മാറുകയാണ് അവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ആക്റ്റീവായിട്ട് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി ഫങ്ഷൻസ് ഓഫ് ഗ്ലോബുലേറ്റ് സെൽസിനെ കുറിച്ചാണ് പറയുന്നത്. It secrete mucus secretion of mucus, help the gathering the waste particle together and lubricate for easy passage of large intestines ആണ്. അപ്പോൾ മ്യൂക്കസിനെയാണ് ഇത് പ്രധാനമായിട്ടും സെക്രീറ്റ് ചെയ്യുന്നത്. ലൂബ്രിക്കേറ്റിംഗ് ഫോർ ഈസി പാസേജ് ഫോർ ലാർജ് ഇൻറ്റസ്റ്റൈൻസ് ആണ്. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് ഉണ്ട്, അത് സക്സസ് എൻട്രിക്കസ് എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിനെ secretion of brush bodied cells of mucosa along with secretion of globulate cell constitute the intestinal juice or succus entericus എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. അതിനകത്ത് മെയിനായിട്ടും ഡൈസാക്രൈഡ് ആയ മാൾട്ടേസ്, ഡൈപെപ്റ്റിഡേസ്, ലിപ്പൈസസ്, ന്യൂക്ലിയോസൈഡേസ് ഒക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇതിനകത്തുള്ള സക്സസ് എൻട്രിക്കസിനകത്തുള്ള എൻസൈമുകളുടെ പേരായിട്ട് അവിടെ പറയുന്നത്. ഇനി ഇവിടെ ഡിസോർഡർ ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. സിസ്റ്റത്തിലുണ്ടാകുന്ന ഡിസോർഡർ അല്ലേ, ജോണ്ടിസ് എന്ന് പറയുന്ന രോഗമുണ്ട്. ഒരു ലിവറിനെ അഫക്റ്റ് ചെയ്യുന്ന രോഗമാണ് മഞ്ഞപ്പിത്ത, ജോണ്ടിസ് എന്നറിയപ്പെടുന്നു. സ്കിൻ ആൻഡ് ഐസ് ടേൺ യെല്ലോ, സ്കിന്നും ഐസും മഞ്ഞ നിറത്തിലോട്ട് മാറുന്നു. ഡിപ്പോസിഷൻ ഓഫ് ബൈൽ പിഗ്മെൻറ്റിൻ്റെ ഡിപ്പോസിഷൻ മൂലം. അതേപോലെ വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇജക്ഷൻ ഓഫ് സ്റ്റൊമക് കണ്ടൻ്റാണ് ത്രൂ ദ മൗത്ത് അല്ലേ, മൗത്തിലൂടെ സ്റ്റൊമക് കണ്ടൻറ്റ് പുറത്തോട്ട് വരുന്ന പരിപാടിയാണ് വൊമിറ്റിങ്. റിഫ്ലെക്സ് ആക്ഷൻ കൺട്രോൾഡ് വൊമിറ്റ് സെൻറ്ററി മെഡില്ല ബ്ലാങ്കറ്റ് ഇതിനെ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യുന്നത്. അല്ല ഡയേറിയ എന്ന് പറയുന്നൊരു അസുഖം, വയറിളക്കം അല്ലേ. അബ്നോർമാലിറ്റി ഓഫ് ഫ്രീക്വൻറ്റ് ബൗൾ മൂവ്മെൻറ്റ് ഇൻ ഇൻക്രീസ് ലിക്വിഡിറ്റി ആൻഡ് ഫീഷ്യൽ ഡിസ്ചാർജ് നോൺ ആസ് ഡയേറിയ അല്ലേ. ഒരു ഫീക്കൽ ഡിസ്ചാർജ്, വാട്ടർ ലോസാണ് ഡയറിയിലൂടെ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന. അബ്നോർമൽ ഫ്രീക്വൻസി ഓഫ് ബൗൾ മൂവ്മെൻറ്റ്സ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. റെഡ്യൂസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഫുഡിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നതിന് കാരണമായി തീരുന്നു. അതിൽ കോൺസ്റ്റിപ്പേഷനെ കുറിച്ച് പറയുന്നു, മലബന്ധം. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഫേഷ്യസ് ആർ റീറ്റെയിൻ വിത്ത് റിട്ടേൺ ബൗൾ മൂവ്മെൻറ്റ് ഒക്കർ ഇറഗുലറി അല്ലേ. ബൗൾ മൂവ്മെൻറ്റ് ഇറഗുലർ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബ്ലോക്കേജ് ആണ് കോൺസ്റ്റിപ്പേഷൻസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അല്ല ഇൻഡൈജഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഫുഡ് ഈസ് നോട്ട് പ്രോപ്പർലി ഡൈജസ്റ്റ് ലീഡിങ് ടു ദ ഫീലിംഗ് ഓഫ് ഫുൾനെസ് ആണ്. ദ കോസ് ദ ഇൻഡൈജഷൻസ് ആർ ഇൻഅഡിക്വേറ്റ് എൻസൈം സെക്രീഷൻ, ആൻസിറ്റി, ഫുഡ് പോയിസണിങ്, ഓവർ ഈറ്റിംഗ് ആൻഡ് സ്പൈസി ഫുഡ് അല്ലേ. നമ്മൾ അമിതമായ ആഹാരം കഴിച്ചാൽ ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കണമെന്നില്ല. അതേപോലെ ഫുഡ് പോയിസണിലൂടെ നമുക്കിതുണ്ടാകാം അല്ലേ. അങ്ങനെ പല പ്രക്രിയയിലൂടെ ഇൻഡൈജഷൻ ഒരു പരിപാടി പ്രധാനമായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ഡിസോർഡർ ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ചാപ്റ്ററിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വന്ന പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയയിൽ മാത്രമുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോക്കസ് ഏരിയയിൽ മാത്രമുള്ള കാര്യങ്ങളാണ്.